ഏറ്റത്തെ കിളിക്കൂട്ടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനേ, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ സത്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറഞ്ഞ് സുധീഷ് ആകപ്പാടെ സങ്കടത്തിലാണ്. സുധീഷിനാണെങ്കിൽ നിധിയോട് ഇഷ്ടം തന്നെ ഉണ്ട്. നിധിക്കാണ് തിരിച്ച് സുധീഷിനോട് അങ്ങനൊരു സ്നേഹമില്ലാത്തത്. ഇതൊക്കെ കേൾക്കുന്ന ഭാസ്കറിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. അങ്ങനെ രാത്രിയിലാണെങ്കിൽ സുഭാഷ് അവിടെ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെട്ട് കണ്ണൊക്കെ നിറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഹരീഷ് അങ്ങോട്ട് വന്ന് വരികയാണ്. അന്നേരം സുഭാഷ് പറയാണ്, ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇതൊന്നും നേരത്തെ പറയാഞ്ഞത്. ചിലപ്പോൾ നീ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അന്ന് അവർ രണ്ടുപേരും ഒരു മുറിയിൽ കിടക്കാൻ നേരത്ത് ഞാൻ അതിന് സമ്മതിക്കാതിരുന്നത് അതുകൊണ്ടാണ്. ഇഷ്ടമില്ലാതെ രണ്ടുപേരും തമ്മിൽ ഒരു വിവാഹം നടന്ന് അത് ജീവിതകാലം മൊത്തവും ചുമന്നുകൊണ്ട് കിടക്കുക, അത് ആലോചിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ലെന്ന് സുഭാഷ് പറയാണ്. അപ്പോൾ ഹരീഷ് പറയാണ്, സുഭാഷ് ഏട്ടാ, എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ. ഞാൻ നോക്കുമ്പോൾ അവർ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചവർ, അതിന് പിന്നിൽ ഇത്രയും വലിയ കഥകളുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ. ഞാനല്ലേ സുഭാഷ് ഏട്ടനോട് ക്ഷമ ചോദിക്കേണ്ടത്. സുഭാഷ് ഏട്ടന് ഇടയ്ക്ക് ഞാൻ തെറ്റിദ്ധരിച്ചു. ഞാനൊന്നും വിചാരിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരയുകയാണ് ഹരീഷ്. അത് കുഴപ്പമില്ലടാ, നിനക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഇതുവരെ നിനക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, അതുകൊണ്ടല്ലേ നീ അങ്ങനെ വിചാരിച്ചത്. അതിനെനിക്ക് ഒരു വിഷമമില്ല. പിന്നെ ഇതിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ നിധിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. ആ കുട്ടി അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റല്ലേ, അതിനെ നമ്മൾ ഒരിക്കലും അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മൾ അതിനെ കൂടെ നിർത്തണം. അതിനൊരു ജോലിയായി അതിനിവിടുന്ന് പോകുന്നത് വരെ അതിനൊരു വിഷമം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുകയാണ് സുഭാഷ്. ഹരീഷ് പറയാണ്, ഒരിക്കലും ഇല്ല. കുറച്ച് ദിവസം നമുക്ക് സന്തോഷം തന്നതല്ലേ. ഞാൻ ഇതിൻ്റെ പേരും പറഞ്ഞ് ആരെയും കുറ്റപ്പെടുത്തില്ല. പിന്നെ സുധീഷ് കള്ളം പറഞ്ഞുകൊണ്ട് ഒരു ദേഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം സുഭാഷേട്ടൻ പറയാണ്, സുധീഷിൻ്റെ അവസ്ഥ നിനക്ക് മനസ്സിലായില്ലേ? അവൻ എന്ത് ചെയ്യുകയാണ്? നമ്മളെല്ലാവരും അങ്ങ് തെറ്റിദ്ധരിച്ചു അവർ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണെന്ന്. ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ അവൻ എന്താ പിന്നെ പറയുക? അവർ തമ്മിൽ എങ്ങനെ വിവാഹം കഴിച്ചെന്ന് പറയണം? സ്നേഹിച്ചല്ലാതെ പിന്നെ എങ്ങനെയാണ് വിവാഹം കഴിക്കുന്നത്? ഈ പെട്ടെന്ന് കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അത് മാത്രമേ അവനും പറഞ്ഞോളൂ. അതുകൊണ്ട് നീ അവനോടും പൊറുക്കണം. അവൻ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് സുഭാഷ് പറയാണ്. അപ്പോൾ ഹരീഷാണെങ്കിൽ സങ്കടത്തോടെ കരയുകയാണ്. അപ്പോൾ സുഭാഷ് പറയാണ്, രൂപേഷിനെ മാത്രം എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയത്തില്ല. അവൻ ഭയങ്കര സന്തോഷത്തിലാണ്. നമ്മുടെ വീട്ടിൽ ഏട്ടത്തിയമ്മ വന്നല്ലോ, നമ്മുടെ വീട്ടിൽ മാറ്റങ്ങൾ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു അവൻ ഇതിന് ഉൾക്കൊള്ളാൻ ഭയങ്കര പാടായിരിക്കും. അവനെ സമാധാനിപ്പിക്കാൻ ഭയങ്കര പാടാണെന്ന് സുഭാഷ് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ഹരീഷും പറയുന്നുണ്ട്, അവൻ ഭയങ്കര സങ്കടത്തിലാണ് സുഭാഷ് ഏട്ടാ എന്ന് പറയാണ്. ഇതും കേട്ടുകൊണ്ടാണ് നിധി അവിടെ നിൽപ്പുണ്ട്. നിധി അങ്ങ് തിരിച്ചു പോവുകയാണ്. ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിധി മുറിയിൽ ചെന്നിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. നിധി കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിൻ്റെ ഒരു സങ്കടം നിധിക്കുണ്ട്. നിധി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏട്ടത്തി വിളിക്കുന്നത്. നിധി ഫോൺ എടുക്കുകയാണ്. എന്താ ഏട്ടത്തി? അല്ല, എന്തായി ഡിവോഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ? പറഞ്ഞില്ലായിരുന്നു അവിടെ പോയപ്പോൾ ഒരു പ്രൂഫ് വേണം, ID പ്രൂഫ് വേണം, അതുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരത്തില്ലേ, പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. അപ്പോൾ ഏട്ടത്തി പറയുകയാണ്, എത്രയും പെട്ടെന്ന് നീ അവിടുന്ന് ഡിവോഴ്സ് വാങ്ങിച്ച് മാറിപ്പോവുക. ഇത്രയും ആണുങ്ങളുടെ അടുത്ത് ഒരുമിച്ച് താമസിക്കുക ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്ത് ഏതെങ്കിലും ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ വാടക വീടെടുത്തോ മാറി താമസിക്കും. 5 ആണുങ്ങളില്ലേ ആ വീട്ടിൽ, അവരുടെ ഇടയ്ക്ക് നീ എങ്ങനെ താമസിക്കും എന്ന് ഏട്ടത്തി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നിധി പറയാണ്, ഏട്ടത്തി എന്താ വിചാരിച്ചത്? 5 ആണുങ്ങളുണ്ടെങ്കിൽ എന്താ? 5 ആണുങ്ങളുടെ അടുത്ത് ഇടയ്ക്കൊരു പെണ്ണ് താമസിച്ചാൽ ഒരു കുഴപ്പമില്ല. അവർ നല്ലവരാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെയാണ് സുധീഷിൻ്റെ കുടുംബം. ഇവിടെയുള്ളവരെല്ലാം നല്ലതാണ്. എനിക്ക് ഇപ്പോൾ ഒരു ഭയവുമില്ല ഇവിടെ താമസിക്കുന്നതിന്. എൻ്റെ ഏട്ടന്മാരും അനിയന്മാരും അച്ഛനുമൊക്കെ തന്നെയാണ് ഇവരും. അപ്പോൾ ഏട്ടത്തി ചോദിക്കണം, എന്താ മോളെ ഈ പറയുന്നത്? അവരെന്തൊക്കെ പറഞ്ഞാലും അന്യരല്ലേ എന്ന് ചോദിക്കുകയാണ്. അതും നിങ്ങളുടെ കല്യാണം ഫേക്ക് മാരേജ് അല്ലേ, അപ്പം അവരെ എങ്ങനെ വിശ്വസിച്ച് നീ അവിടെ താമസിക്കും എന്ന് പറയാണ്. അപ്പം നിധി പറയാണ്, ഏട്ടത്തി, ഒരാളെ മനസ്സിലാക്കാൻ കൂടുതൽ സമയം വേണമെന്നൊന്നുമില്ല. അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളവരാണ് ഇവിടെ അവർക്ക് ഞാൻ സഹോദരിയും ഏട്ടത്തിയൊക്കെ ആയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന്. ഞാൻ വേറെ എങ്ങോട്ട് പോയാലും ഇത്രയും സുരക്ഷിത എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഏട്ടത്തി അതേക്കുറിച്ച് ഓർത്ത് പേടിക്കുകയോ വിഷമിക്കുകയോ വേണ്ട. ഞാനിവിടെ സുരക്ഷിത തന്നെയാണ്. അതുമാത്രമല്ല, എനിക്കിവിടെ ആരെയും പേടിയില്ല, ഭയവും ഇല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ടെൻഷനും ഏട്ടത്തിക്ക് വേണ്ട എന്ന് പറയാണ്. അപ്പോൾ ഏട്ടത്തി പറയാണ്, എന്നെങ്കിലും എൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത്രയും പേരുടെയൊക്കെ നീ താമസിക്കണ്ട എന്ന് വെച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറയാണ്. എന്നാലും ഡിവോഴ്സിൻ്റെ പേപ്പർ എങ്ങനെയെങ്കിലും മുന്നോട്ട് നീക്കാൻ നോക്കണം എന്ന് പറയാണ്. ശരി ഏട്ടത്തി പറഞ്ഞ് നിധി അങ്ങ് ഫോൺ വെക്കുകയാണ്. അങ്ങനെ നിധി ഫോൺ വെച്ചിട്ട് സുഭാഷ് ഏട്ടൻ്റെയും സുധീഷിൻ്റെയും മറ്റുള്ളവരുടെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നിധിക്ക് സങ്കടം രൂപേഷിൻ്റെ കാര്യം ഓർത്താണ്. രൂപേഷിൻ്റെ സങ്കടവും ആ കരച്ചിലും ഒക്കെ ഓർത്ത് നിധിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്.
അങ്ങനെ രാത്രി എല്ലാവരും കൂടെ കിടക്കുകയാണ്. 4 പേരും ഹാളിൽ തന്നെയാണ് കിടക്കുന്നത്. ആരും ഉറങ്ങിയിട്ടില്ല. എല്ലാവർക്കും നല്ല സങ്കടത്തോടെ വിഷമത്തോടെ മിണ്ടാതെ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം സുധീഷാണെങ്കിൽ ഹരീഷിനടുത്ത് പറയാണ്, ഹരീഷേ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോടാ? ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കള്ളമൊന്നുമല്ല, നുണയുമല്ല. ഞാനൊരു സത്യം പറയട്ടെ, നിധിക്ക് മാത്രമായിരുന്നു ഇത് ഫേക്ക് മാരേജ്. എനിക്കത് ഒറിജിനൽ കല്യാണം തന്നെയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും നിധിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. നിധി എൻ്റെ കൂടെ വേണമെന്നുണ്ട്. പക്ഷേ അതിന് നടക്കത്തില്ലെന്ന് എനിക്കറിയാം. കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിഷമം വരുന്നുണ്ട്. ഹരീഷിനും വിഷമം വരുന്നുണ്ട്. ഞാൻ എപ്പോഴും നുണ പറഞ്ഞ് എൻ്റെ വിവാഹം ഒരു നുണയായി പോയല്ലോടാ എന്നും പറഞ്ഞ് സുധീഷ് വിഷമിക്കുകയാണ്. അപ്പോൾ ഹരീഷാണെങ്കിൽ സുധീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് സുധീഷ് പൊട്ടി കരയുകയാണ്. അപ്പം കൂടെ ഹരീഷും കരയുന്നുണ്ട്. കരയുന്ന കാണുമ്പോൾ രൂപേഷും ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ 4 പേരും കെട്ടിപ്പിടിച്ചിങ്ങനെ കിടക്കുവാണ്, കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. എന്നിട്ട് സുധീഷ് പറയുന്നുണ്ട്, ഇത് ഞാൻ നുണ പറഞ്ഞതല്ലടാ, സത്യമാണ്. എനിക്ക് നിധിയെ ഇഷ്ടമാണ്. പക്ഷേ ഇനി അവളെ എൻ്റെ കൂടെ എത്ര കാലം കാണുമെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് സുധീഷ് കരയാണ്. സുധീഷിൻ്റെ സങ്കടം കാണുമ്പോൾ എല്ലാവർക്കും നന്നായിട്ട് വിഷമം വരുന്നുണ്ട്. ഇതൊക്കെ കേട്ട് പുറത്ത് ഭാസ്കരൻ ഇങ്ങനെ വിഷമത്തോടെ ഇരിപ്പുണ്ട്. നിധിക്കും അതേപോലെ സങ്കടത്തോടെ നിധിയും മുറിയിലിരുന്ന് കരയുകയാണ്. സത്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്.